നമസ്കാരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം അദ്ദേഹം ശക്തമായ ഒരു പ്രക്ഷോഭത്തിനും നേതൃത്വം കൊടുക്കുന്നില്ല എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേരടയാളപ്പെടുത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം രാജ്യം മുഴുവൻ നടന്നതാണ്. അതിനപ്പുറത്തേക്ക് രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രക്ഷോഭത്തിന് മുമ്പിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഭരിക്കുന്ന പാർട്ടിക്കെതിരെ സമരം നടത്തുകയാണ്. സമരങ്ങളാണ് ജനഹൃദയങ്ങളിലേക്ക് പ്രതിഷേധമായി മാറുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തുക, ഏതെങ്കിലുമൊക്കെ പരിപാടിയിൽ പോയി പങ്കെടുത്ത് പ്രസംഗം നടത്തി വെല്ലുവിളിക്കുക, അതിനുശേഷം പെട്ടെന്ന് വിദേശത്തേക്ക് അവധി ആഘോഷിക്കാൻ പോവുക എന്നത് രാഹുലിൻ്റെ ശീലമായി കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളവർ തന്നെ ആരോപിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിക്ക് പാറ്റകൾ രക്ഷകനായി എന്ന് വേണമെങ്കിൽ പറയാം. പാറ്റകൾ ജനങ്ങളെ സംഘടിപ്പിക്കുന്നു, പാറ്റകൾ സമരം ചെയ്യുന്നു, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ ഒഴുകിയെത്തുന്നു. അവരുടെ മുമ്പിലേക്ക് രാഹുൽ ഗാന്ധിക്ക് സമരനായകനായി എത്താൻ കഴിയുന്നു. രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇന്നലെ അതീവ സുരക്ഷാ മേഖലയായ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ, വളരെ മുമ്പിലൊന്നുമല്ല, കുറച്ച് മാറിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രതിഷേധ ധർണ നടത്തിയപ്പോൾ അതൊരു ചരിത്രമായി മാറി. രാഹുൽ ഗാന്ധി മാത്രമായിരുന്നില്ല, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയ നേതാക്കളൊക്കെ ഒഴുകിയെത്തി. അവർക്കൊന്നും വരാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ജനക്കൂട്ടം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ സാഹചര്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിപക്ഷ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയും AICC നേതൃത്വവും എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. സമരരംഗത്തെത്തി വി ഡി സതീശന് പരിക്കൊന്നുമേറ്റില്ല, അറസ്റ്റ് ചെയ്തുമില്ല എന്നത് തന്നെ മനസ്സോടെ AICC നേതൃത്വത്തിൻ്റെ തീരുമാനമെന്ന നിലയിൽ പങ്കെടുത്തതാണ് എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കയ്യിലും കാലിലും പൊക്കിയെടുത്തുകൊണ്ടാണ് പോലീസ് കൊണ്ടുപോയത്. രാഹുൽ ഗാന്ധിയെയും പോലീസ് വലിച്ചെഴിച്ചു കൊണ്ടുപോയി. ഇതിനിടയിൽ രാഹുലിൻ്റെ മുഖത്ത് ചില പാടുകളുണ്ടായി. മുഖത്തുകൂടി ചോര ഒഴുകി എന്നൊക്കെ വാർത്തകളുണ്ടെങ്കിലും മുഖത്തെ ചുവന്ന പാടാണ് തെളിവായി അവശേഷിക്കുന്നത്. ആൾക്കൂട്ടം രാഹുൽ ഗാന്ധിയെ പൊക്കിയെടുത്ത് നിൽക്കുന്ന ദൃശ്യവും BJP പ്രവർത്തകർ ട്രോളായി ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 3-3.5 മണിക്കൂർ ഡൽഹി വിറപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു. വലിയ സംഘർഷമുണ്ടാവുന്നു. അതീവ സുരക്ഷാ മേഖല എന്ന നിലയിൽ അവിടെ അധിക നേരം നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് വൈകുന്നേരത്തോടെ രാഹുൽ അടക്കം സകലരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാനെത്തിയ കൂട്ടത്തിൽ വനിതകളില്ലാത്തതിനാൽ പ്രിയങ്ക ചെറുത്തു നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. രാഹുലിനെയും പ്രിയങ്കയെയും KC വേണുഗോപാലിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് നീക്കി. ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും ആവേശത്തോടുകൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി. അഖിലേഷ് യാദവും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ള നേതാക്കളും സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. തുടർച്ചയായി 2ാം ദിവസവും പാറ്റകൾ ജന്തർ മന്ദിറിൽ തന്നെ തുടർന്നു. 1 മാസം മുമ്പ് ജന്തർ മന്ദിറിൽ പാറ്റകൾ ആരംഭിച്ച സമരത്തിന് കാര്യമായ പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഊർജ്ജ സ്രോതസ് ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെയും പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചെങ്കിലും അവസാന നിമിഷം റദ്ദ് ചെയ്യപ്പെട്ടു. പക്ഷേ ദേശീയ തലത്തിൽ ഇത് വലിയ വാർത്തയാവുകയും ദേശീയ മാധ്യമങ്ങളൊക്കെ ആഘോഷപൂർവ്വം ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ആദ്യ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളിൽ മാത്രമായിരുന്നു വാർത്തയെങ്കിൽ ഇന്നലെയോടുകൂടി ഇത് ദേശീയ വാർത്തയായി മാറി. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പാറ്റകളുടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. ഇവരിൽ മിക്കവരും തന്നെ ജന്തർ മന്ദിറിൽ അന്തിയുറങ്ങിയാണ് കഴിയുന്നത്. മഴയും മറ്റുമുണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് പാറ്റകൾ പ്രതിഷേധം തുടരുന്നു. മിനിഞ്ഞാന്ന് നടന്ന പാർലമെന്റ് മാർച്ചും ഇന്നലത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടനവും സമരത്തിന് കൂടുതൽ ഊർജം നൽകിയിരിക്കുന്നു. രാജ്യത്തിന് നാനാഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുന്നു. കർഷക സമരത്തിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ രൂപപ്പെടുന്നത്. നിരവധി ആളുകൾ ഭക്ഷണം സ്വമേധയാ എത്തിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പോലും നിരവധി ചെറുപ്പക്കാർ ഈ സമരപ്പന്തലിലേക്ക് കുതിക്കുന്നുണ്ട്. ഡൽഹി കണ്ട ഏറ്റവും വലിയ സമരമായി പാറ്റകളുടെ സമരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജിവെക്കണമെന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നത്. അറസ്റ്റ് ചെയ്ത മിക്കവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. വൈകുന്നേരം 9 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ സോണിയാഗാന്ധി എത്തുന്നു. 10 മണിയോടുകൂടി എല്ലാ നേതാക്കളെയും വിട്ടയക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട പാറ്റകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ചിന് CJP രംഗത്തിറങ്ങിയെങ്കിലും അതിനു മുമ്പ് തന്നെ അവരെ വിട്ടയച്ചു. പാറ്റകളുടെ സമരത്തെ പൂർണ്ണമായും അവഗണിച്ചിരുന്ന കേന്ദ്ര സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. 2 കേന്ദ്രമന്ത്രിമാരെയാണ് ഇന്നലെ മോദി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്താൻ അയച്ചത്. പക്ഷേ രാഹുൽ സമരം തുടർന്നു. പാറ്റകളുമായി ചർച്ചയ്ക്ക് സർക്കാർ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇതിനിടെ നിരാഹാരം അനുഷ്ഠിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് സർക്കാർ ആശുപത്രിയിലാക്കിയ സോനം വാങ്ചുക്കിയെ
സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. അത് നടപ്പിലാവുകയും ചെയ്തു. പാറ്റകളുടെ സമരം ചൂടുപിടിച്ച് മുമ്പോട്ട് പോവുകയാണ്. മോഹൻലാലിന്റെ മകൾ വിസ്മയയും ടോവിനോ തോമസും ഒക്കെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ സമര ദിവസം പാറ്റ സംഘടനയുടെ പ്രവർത്തകർ പലരും കല്ലെറിയുകയും പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്തത് മാത്രം വാർത്തയായിട്ടില്ല. 100-ലധികം പോലീസുകാരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത്. സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും പാറ്റ സമരത്തിന് ജനപിന്തുണ കൂടുന്നത് മോദി സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. കർഷക സമരത്തിൽ ഉണ്ടായ തിരിച്ചടി പോലെ തിരിച്ചടി ഉണ്ടാവാതെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.